ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അത്ര ദൂരം മാത്രമേ ഉള്ളൂ. ഇത്ര അടുത്ത് കിടന്നിട്ട് കൂടി ഞങ്ങൾ ആദ്യമായിട്ടാണ് തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നത്. ആക്ച്വലി എനിക്ക് ഈ അമ്പലത്തിനെ പറ്റി വലിയ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീടിനടുത്തുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞത് ഈ അമ്പലത്തിനെ പറ്റിയും അവിടുത്തെ ഐതിഹ്യങ്ങളെയൊക്കെ പറ്റി. അപ്പോൾ വിചാരിച്ചു ഒന്ന് പോകാമെന്ന്. ചേട്ടൻ മഹാദേവന്റെ വലിയൊരു ഭക്തനാണ്. അപ്പോൾ പറഞ്ഞു നമുക്ക് വൈകുന്നേരം പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിലെത്തി. അവിടെ ദേശവിളക്ക് നടക്കുന്നത് കൊണ്ട് അവിടെ എന്തൊക്കെയോ പന്തലിൻ്റെ ഒക്കെ പണികളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവിടെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചു ഇതുവഴിയാണോ ഉള്ളിലേക്ക് കടക്കാന്ന്. അപ്പോൾ ഇതുവഴി തന്നെ ഉള്ളിലേക്ക് കടന്നോളാം ഞങ്ങളോട് പറഞ്ഞു. വണ്ടി യാത്രക്കാർ സൈഡിലത്തെ വഴി കൂടെയും നടന്നു വരുന്നവർ ഈ സ്റ്റെപ്സ് കയറിയാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തുക. ഈ അമ്പലം ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ അമ്പലത്തിന് കുറേ സ്റ്റെപ്സ് കയറി മുകളിൽ ചെല്ലണം, വീണ്ടും കുറേ സ്റ്റെപ്സ് കയറി മുകളിൽ ചെല്ലണം. അങ്ങനെ ഏറ്റവും മുകളിലാണ് നമ്മുടെ ശിവന്റെ പ്രതിഷ്ഠ. ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവരൊന്ന് കമന്റിൽ പറയണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാന്ന് കരുതി. അപ്പോൾ നമ്മുടെ അമ്പലത്തിന്റെ ആ ആൽമരത്തിന്റെ അടുത്തായിട്ട് ഒരു പശുക്കിടാവ് നിൽക്കുന്ന കണ്ടു. ഈശു പിന്നെ കുറച്ചു നേരം അതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ് നമുക്ക്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഈ സ്റ്റെപ്സ് ഒക്കെ കയറി ആദ്യത്തെ ഗോപുരം കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്നു. നമുക്ക് അമ്പലത്തിനുള്ളിൽ ഫോൺ അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ സ്റ്റെപ്സ് കയറി ഉള്ളിലേക്ക് കടക്കുന്ന അതിനുള്ളിലാണ് നമുക്ക് പ്രതിഷ്ഠ കാണാൻ പറ്റുന്നത്. അങ്ങനെ അകത്ത് ഭഗവാനെ തൊഴുതിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചുറ്റും വലം വേണം. അതും ഇതുപോലെ തന്നെ കുറേ സ്റ്റെപ്സ് കയറി മുകളിൽ പോയിട്ടാണ് ബാക്കി നമ്മുടെ ഭഗവാന്മാരെയൊക്കെ കണ്ട് നമ്മൾ തൊഴുതിറങ്ങുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും ഇതുപോലെ മലയും കാടും ഒക്കെയാണ്. സന്ധ്യ സമയമായതുകൊണ്ട് നമ്മുടെ സൂര്യൻ നന്നായിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പറ്റിയാൽ എല്ലാവരും ഒരു വട്ടമെങ്കിലും നമ്മുടെ തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ ഒന്ന് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.